നമസ്കാരം. ആ, ഇന്ന് സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ച് ക്രൂഡിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ SMC വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുന്ന ടൈം ഫ്രെയിം ഏതാണോ അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ ബിഗർ ടൈം ഫ്രെയിം എടുത്തിട്ട് ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് അനലൈസ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ക്രൂഡിൻ്റെ 3 hours ടൈം ഫ്രെയിമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതായത് എന്താണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോട്ടീസ് ചെയ്യാം. അതായത് ഇവിടെ ഇതാണ് നമ്മുടെ ഒരു റീസെൻറ്റ് ഹൈ എന്ന് പറയുന്നത്, അതായത് 5445. അതേപോലെ ലോ എന്ന് പറയുന്നത് 5009. ഇപ്പോൾ നമുക്ക് തൽക്കാലം അനാലിസിന് ഇപ്പം ഈ ഡിസംബർ 8 മുതലുള്ള ഈ ചാർട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതായത് നേരത്തെ വന്ന മാർക്കറ്റിൻ്റെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, പിന്നെ 2 ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. നമ്മളിങ്ങനെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ നോക്കുന്ന സമയത്ത് എപ്പോഴും ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണിക്കുന്നത് ശരിയാവണമെന്നില്ല. അപ്പോൾ അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടുന്ന് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണിച്ച സ്ഥലത്ത് നിന്ന് നമ്മുടെ സ്വിങ് ഹൈയോ ലോവോ അങ്ങോട്ട് വന്ന് ഒരു ഫിബൊനാച്ചി വെച്ച് നോക്കും. അതായത് ഈ വന്ന വഴിയിൽ എങ്ങാനും ഒരു 50% എന്താ പറയുക റീട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു എല്ലായിടത്തും ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ടാണ് ഇത് കറക്റ്റായിട്ട് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വാലിഡാണ്. ഇപ്പം നമ്മളിപ്പോൾ എവിടെ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മൾ എവിടെ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം ഒരു വാലിഡായിട്ടുള്ള ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഒരു നല്ലൊരു കൺഫർമേഷനാണ്. നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കാണിച്ചാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് നോക്കി അത് ഡൗൺ ട്രെൻഡാണ് തന്നത്. എന്നിട്ട് ഇവിടെ എത്തിയ സമയത്ത് ഡിസംബർ 16 മുതൽ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ, പിന്നെ അങ്ങോട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, അതായത് ഇന്നലെ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വാലിഡാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് പിടിച്ചു വെക്കുകയാണ്. ഇപ്പം ഇത് നമ്മുടെ റീട്രേസ്മെൻറ്റ് ടൂൾ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇത് ഒരു പ്രോപ്പറായിട്ട് ഒരു റീട്രേസ്മെൻറ്റ് തരാതെ വന്ന ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരുന്നു. സോ ബേസിക്കലി ഇതൊരു ഫേക്ക് ബ്രേക്കൗട്ട് ആയിരുന്നു. അപ്പം ഇവിടെ കുറേ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതാണ് ഓവറോൾ ക്രൂഡിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ എന്താണ് ക്രൂഡിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഡൗൺ ട്രെൻഡാണ്. ഡൗൺ ട്രെൻഡിൽ ഒരു ചെറിയൊരു റിട്രേസ്മെൻറ്റ് വരുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇനി ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റിവേഴ്സൽ നോക്കാണ്ട് മറ്റേ ട്രെൻഡിൻ്റെ കൂടെ തന്നെ പിടിക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ ബെയറിഷ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് കണ്ടുപിടിച്ച് അവിടുന്ന് നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. അപ്പോൾ നമ്മൾ ചാർട്ടിൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സോൺസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ വരുന്ന സോൺസാണ് കൂടുതലും റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഞാനിപ്പം ക്രൂഡിൽ കണ്ടെടുത്തോളം അങ്ങനെയാണ്. അപ്പം ഞാൻ മെയിനായിട്ട് നോക്കുന്നത് റിവേഴ്സൽ വരാൻ ചാൻസ് ഉള്ള ഏരിയാസ്. ഞാൻ റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിപ്പം ഒരു എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാണ്ട് വരുന്നൊരു ഫോളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം ഈ ഓർഡർ ബ്ലോക്ക്സ് മാർക്ക് ചെയ്തത് റിവേഴ്സൽ വരാൻ ചാൻസ് ഉള്ള ഏരിയ എന്നുകൊണ്ട് മാത്രമാണ്. കാര്യം നമുക്കൊരു ഈ ഏരിയാസ് നിന്നൊക്കെ ഒരു പ്രോപ്പർ റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കൺഫർമേഷൻ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ചേഞ്ചൊക്കെ നോക്കിയിട്ട് അതൊരു റിവേഴ്സലാണോ പുൾ ബാക്ക് ആണോ എന്ന് കൺഫേം ചെയ്ത് ട്രേഡ് എടുക്കാം. ഞാൻ മെയിനായിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഈ IFEG ആണ്. അതായത് നമ്മൾ ട്രെൻഡിൻ്റെ ഒപ്പം പോകുന്നതാണ് നമുക്ക് എപ്പോഴും സേഫ്. ഇപ്പം ഇതൊരു IFEG ആണെന്ന് പറയാൻ കാരണം, ഞാനതൊരു ചെറിയൊരു 15 ഫ്രെയിമിലോട്ട് വരാം. അപ്പോൾ അതായത് ഇതൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ക്യാപ്പ് ആയിരുന്നു. ഈ വന്ന ഫോളിൽ ആ ഫെയർ വാല്യൂ ക്യാപ്പ് റെസ്പെക്റ്റ് ചെയ്തില്ല.
അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ക്യാപ്പാണ് അവിടെ ഫോം ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഒരു റീട്രേസ്മെൻറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് നല്ലൊരു അതായിരിക്കും തോന്നുന്നു. കാര്യം നമുക്ക് ഫെയർ വാല്യൂ ക്യാപ്പിൻ്റെ എന്തായ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അതിനും കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിബ് വെച്ച് നോക്കുകയാണെങ്കിലും അതൊരു 0.5 0.6 റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ക്യാപ്പാണ്. പിന്നെ അതൊരു ബെയറിഷ് ഫെയർ വാല്യൂ ക്യാപ്പാണ്. അതൊരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ക്യാപ്പിൻ്റെ പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഏരിയ വാലിഡ് ആണെന്ന് തോന്നുന്നു. ഇത് കൂടാണ്ട് ഞാൻ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ ഈ ഏരിയ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ വോളിയം പ്രൊഫൈൽ വെച്ച് നോക്കിയിട്ടും ഈ ഏരിയ നല്ലൊരു ഏരിയയാണ്. കാര്യം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടുന്ന് ഒരു നല്ലൊരു റിവേഴ്സൽ കിട്ടും തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഈ ഒ ബി ആണ്. പിന്നെ സെക്കൻഡ് ടാർഗറ്റായിട്ട് വരുന്നത് ഈ 3 ഹവേഴ്സിൻ്റെ രണ്ടാമത്തെ ഒ ബി. അതിന് മേളിൽ തന്നെ ഞാനൊരു ട്രെൻഡ് ലൈൻ, ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ, അതല്ലെങ്കിൽ ഈ 3 ഹവേഴ്സ് ഒ ബി, ഇതായിരിക്കും നമ്മൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റ്. എനിക്ക് തോന്നുന്നു നമുക്കൊരു A+ ട്രേഡ് എന്ന് പറയുന്നത് ഈ IFAGയിലേക്ക് ഒരു റിട്രേസ്മെൻറ്റ് വന്നാൽ എടുക്കാവുന്ന ട്രേഡായിരിക്കും. അപ്പോൾ നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് റിസ്ക്കി ആയിരിക്കും. ഇപ്പോൾ ക്രൂഡിലിപ്പോൾ റിസ്ക്കി ആയിട്ട് ട്രേഡ് എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും നോക്കുന്നത് ഈ IFAGയിൽ വന്ന റിവേഴ്സലായിരിക്കും. അത് നാളെ തന്നെ വരുമെന്ന് യാതൊരു ഉറപ്പില്ല. കാര്യം നമ്മൾ നിഫ്റ്റി മൂവ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഈ ക്രൂഡെല്ലാം മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് സമയമെടുക്കും. നാളെ വന്നു കഴിഞ്ഞാൽ എടുക്കാം, അതല്ലെങ്കിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സോൺസ് എന്തായാലും വാലിഡാണ്. സോൺസ് മാർക്ക് ചെയ്തൊക്കെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് ക്രൂഡിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും റിവ്യൂ ഉണ്ടെങ്കിൽ പറയാം, ഞാൻ ഇനി അത് ഇൻക്ലൂഡ് ചെയ്യാം.